പ്രിയമുള്ളവരെ, നാടിനെ നടുക്കിക്കൊണ്ട് വീണ്ടും ഒരു വെള്ളപ്പൊക്കമാണ്. പ്രളയ ദുരന്തം 2018 ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ റാന്നിയും ആറന്മുളയും ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല മഴയും വെള്ളക്കെട്ടുമായിട്ട് ഇങ്ങനെ ജനങ്ങൾ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണങ്ങൾ എത്തിക്കും, മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ട്, അല്ലാതെ പ്രൈവറ്റായിട്ട് ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അപ്പം സർക്കാർ ക്യാമ്പിൽ കഴിഞ്ഞ ഒരു അമ്മ വന്നിട്ട് പറയുകയാണ്, മക്കളെ ഇതിനു മുമ്പ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കിട്ടിയായിരുന്നു, ഇപ്പോഴൊന്നും കിട്ടുന്നില്ല എന്നൊരു പരാതി പറഞ്ഞായിരുന്നു. അപ്പം അവര് തന്നെ പറയുന്നുണ്ട്, ഞങ്ങളാണല്ലോ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അവരെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ അവർ പക്കാർ കോൺഗ്രസ്സുകാരനാണ് കണ്ടിട്ട് തോന്നുന്നു. അവരെ സംസാരവും രീതിയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അവർ പറഞ്ഞു, ഇതിനെക്കാട്ടി ഭേദം ആ പിണറായി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് വേറൊരാൾ എടുത്ത് പറയുന്നുണ്ട്, പുള്ളി ഒരു ടാബ്ലറ്റ് ചോദിച്ചിട്ട് കിട്ടിയില്ല, എത്രയോ സമയം ഇവിടെ വെയിറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്. വീണ്ടും ഒരു പാർട്ടി സഖാവെന്ന് പറയുന്നു, പുള്ളി സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പുള്ളി അമ്മ പറയുന്ന ഡയലോഗ് അങ്ങ് വൈറലായി. അപ്പോൾ നമ്മുടെ മാങ്കൂട്ടവും ടീമും അത് നമ്മളൊന്ന് ചുറ്റിപ്പറ്റി അതൊക്കെ പൊക്കിക്കൊണ്ട് വന്നു. മാങ്കൂട്ടം അവിടെ അവിടുത്തെ MLA വിളിച്ചു, സംസാരിച്ചു, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ അമ്മയുടെ മകള് അവിടുത്തെ പഞ്ചായത്തിൽ ജോലി ചെയ്യുകയാണ്. അവിടുത്തെ പഞ്ചായത്ത് ഭരണം കോൺഗ്രസിനാണ്. അപ്പോൾ ആ ജോലി തുടരണോ വേണ്ടേ എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ പറഞ്ഞ വാക്ക് മാറ്റി പറയണം, എങ്കിൽ മാത്രമേ അവിടെ ജോലി ഉണ്ടാവൂ. അങ്ങനെ പാവം ഈ അമ്മയെടുത്ത് വന്ന് പറയാണ്, അമ്മ നിങ്ങൾ പറഞ്ഞത് തെറ്റായ അത് തിരുത്തി പറയണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ജോലി ഉണ്ടാവില്ല എന്ന സിറ്റുവേഷനിലായി. രാവിലെ അമ്മ വന്ന പറയുന്ന ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് പറയുന്ന രംഗം തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. വീഡിയോ പിടിക്കുന്ന മകളാണെന്ന് തോന്നുന്നു, ലേഡീസിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത്, മകനെ മോനെ എൻ്റെ അടുത്ത് ലിജിൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് അമ്മ അതിൽ പറയുന്നു. അപ്പോഴേ തുടങ്ങി LDF ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ്, ദുരന്ത സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കംപ്ലീറ്റ് പബ്ലിസിറ്റി ആയി. അതൊരു വിവാദമായി മാറി. ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി അത് പറയുകയും ചെയ്തു. അപ്പോഴും കാണാം, ഈ ക്യാമ്പുകൾ കഴിയുന്നവരെയൊക്കെ കാണാനായിട്ട് ചാനലുകാരൊക്കെ ചെല്ലുന്ന സമയത്ത് ഇന്ന് മീഡിയാവിന്റെ ചാനലുകാർ ഈ അമ്മയെ കണ്ടു. അപ്പോഴത്തേക്ക് ചോദിച്ചു വീണ്ടും. അപ്പോഴത്തേക്ക് അമ്മ പറയുന്നു, മക്കളെ എൻ്റെ അടുത്ത് മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ എന്നെ പ്രശ്നമാക്കും, ഞാൻ മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ വിഷയമാണ്. മകളെ പറഞ്ഞേക്കുന്നത് മിണ്ടല്ലാന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിനെക്കാട്ടി എന്നിട്ട് അമ്മയടുത്ത് ചോദിക്കുന്നത്, അമ്മ എപ്പോൾ എങ്ങനെയുണ്ട്? ഒന്നും കിട്ടുന്നില്ല മക്കളെ, ഇതിനെക്കാട്ടി നല്ലത് കഴിഞ്ഞ സർക്കാരായിരുന്നു. അവർ ഞങ്ങൾക്ക് ഇവിടെ 15 ദിവസം കിടന്ന് ഓണം മാതിരിയായിരുന്നു, പോകാൻ നേരത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടി എന്ന് അമ്മ തന്നെ പറയുന്നുണ്ട്, സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പൊക്കിയ കള്ളത്തരം പിറ്റൊരു ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് പൊളിഞ്ഞു വീഴുന്നതാണ്. രാഷ്ട്രീയ കളി ഏത് രീതിയിലും ചെറ്റത്തര കളി കളിക്കുന്ന യുവന്മാർക്ക് കൊടുക്കാനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാവം ഒരു അമ്മയെ പിടിച്ച് അവരെ ഭീഷണിപ്പെടുത്തി മകളെ ജോലിയൊക്കെ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഏത് അമ്മയും ചിലപ്പം സഹകരിച്ചെന്നിരിക്കും. അവർ പറയും, അവരെ ആ സിറ്റുവേഷൻ അതാണ്. തെറ്റിദ്ധാരണ ഒഴിവാക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ച് നാടിനെ ഒരു LDFന് കൈവാരിത്തേക്കാനായിട്ട് ശ്രമം നടത്തി നോക്കി, അത് നടക്കാതെ പോയി. എന്നിട്ട് നമ്മളെ പീഡനവീരൻ മാങ്കൂട്ടം അതിനിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടേക്കുന്നു, ഇത് കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടേക്കുന്നു. അവനത് അവനെ കിളി പോയിരിക്കുകയാണെന്ന് അറിയാൻ വയ്യ. 2 കയ്യിലും 2 വാച്ചൊക്കെ കെട്ടി വന്ന് പറയുന്നുണ്ട്, കണ്ട ഇത് LDFന്റെ ചെറ്റത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. ന്യായീകരിക്കാൻ വരുന്ന വേറെ പുലോചറ്റയാണ് പീഡനവീരൻ വന്ന് ന്യായീകരിക്കുന്നത്. എന്തായിരുന്നാലും LDFന്റെ മേലിൽ കൈതയ്ക്കാൻ നോക്കിയത് ഒരു രാത്രി കൊണ്ട് അത് പൊളിഞ്ഞു വീഴുന്നു. കേരളത്തിൽ വെള്ളപ്പൊക്കമുണ്ടായ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ദയനീയമാണ്. അവരെയൊക്കെ എല്ലാവരും, എല്ലാ നാട്ടുകാരും, എല്ലാ സംഘടനാ പ്രവർത്തകരും സഹായിക്കണം. കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവിടെ പാർട്ടി ഇത് ഒന്നും നോക്കരുത്. ഒരു ആപത്ത് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇതിനു മുമ്പും നമ്മളങ്ങനെ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അതുപോലെ ഒറ്റക്കെട്ടായി നമുക്ക് നിന്ന് ഇതിനെയൊക്കെ ചെറുത്ത് തോപ്പിക്കണം. അതാണ് മലയാളികളുടെ പ്രത്യേകത. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭരാത്രി.